ടൊമാറ്റോ ചാനൽ ക്രേസി ഡോഗ് കപ്പിൾ. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ ഗസ്റ്റിനെ വിളിച്ചുകൊണ്ട് വരാൻ പോവാണ്. ഗസ്റ്റ് അല്ല, ബേസിക്കലി ഫാമിലി മെമ്പറാണ് കേട്ടോ. സോ ഞാനും എച്ചയും കൂടെ ഞങ്ങളുടെ ഫസ്റ്റ് പപ്പീനെ മേടിക്കാൻ പോവാണ്. ഐ ഡോണ്ട് നോ, ഐ എം സോ എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പീസിനെ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും, ഐ വാസ് പ്ലാനിങ് ടു ബൈ എ ഗോൾഡൻ റിട്രീവർ. സോ യെസ്, ഞങ്ങളൊരു ഗോൾഡൻ പപ്പീനെ കണ്ടുവച്ചിട്ടുണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഹിം നൗ. സോ എൻ്റെ കൂടെ ഇച്ചയും കൂടി ഉണ്ട് കേട്ടോ. ഐ ഷോ യു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളൊരു ആളുകൂടി ഞങ്ങളുടെ ഇതിലോട്ട് വരുന്നത്. സോ ഇതാട്ടോ നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഞാൻ അപ്പാർട്ട്മെന്റ് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. നമ്മുടെ പുറത്തുള്ള വ്യൂ ആണ്. നമ്മൾ 4th ഫ്ലോറിൽ ആക്ച്വലി. Let's go to ground floor. അപ്പോൾ ഞങ്ങൾ താഴെ എത്തി. ഇതാണ് നമ്മുടെ ഏരിയ, കമ്മൻഹള്ളി, കല്യാൺ നഗർ. അടിപൊളി ഏരിയ ആണ് കേട്ടോ. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പീസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കാറിൽ കയറി. ആൻഡ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ. സോ ഐ എം ലൈക്ക് സോ എക്സൈറ്റഡ്. ലൈക്ക് ഗോൾഡൻ പപ്പീസിന് എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം വീട്ടിലാണെങ്കിൽ വലിയ ബ്രീഡ് അച്ഛന് താല്പര്യമില്ല. അപ്പം ഞങ്ങൾ രണ്ടാളും ഉച്ചയ്ക്കും ഗോൾഡൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലേ. സോഷ്യലൈസ് ചെയ്യാൻ എളുപ്പമുള്ളൊരു ഡോഗ് അല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ വന്നപ്പം ഇവൾക്ക് ബേസിക്കലി ഭയങ്കര ബോറടി ആയിരിക്കും രാവിലെ. ലൈക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രാവിലെ പോയ ഒരു ഈവനിങ് 6 ഒക്കെ ആകുമ്പോൾ എത്തുള്ളൂ. ഇവിടെ ആക്ച്വലി ഇവന് മാത്രമേ വർക്കുള്ളൂ. ഞാൻ വെറുതെ ഇരിക്കുക ചെല്ലിക്കണം. അപ്പോൾ പപ്പയും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാം. ആൻഡ് ഐ ജസ്റ്റ് ലവ് ഡോഗ്സ്. സോ എനിവേസ്, അപ്പോൾ നമ്മൾ പോകാം ആൻഡ് അവനെ മീറ്റ് ചെയ്യാം. ആൻഡ് we bring him home. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി KFC കയറി. ഞങ്ങൾക്ക് ആക്ച്വലി ഒരുപാട് സമയം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അറൗണ്ട് 9 ഒക്കെ ആയിരുന്നു കേട്ടോ, രാത്രി 9 മണി. പപ്പി അറൗണ്ട് 1 മണിക്കൊക്കെ എത്തും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ആദ്യം കോർമംഗൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് KFCന്ന് കഴിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ബ്രിഗേഡ് റോഡ് പോയി. അവിടെ പോയപ്പോഴും അധികം ഓണമൊന്നും ആയിരുന്നില്ല. അന്ന് എന്തോ ഹർത്താൽ എന്തോ ആയിരുന്നു. സോ കൈൻഡ് ഓഫ് പോസ്റ്റായിരുന്നു, ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു, കുറേ ഡ്രൈവ് ചെയ്തു. നമ്മുടെ ഹാപ്പി ആക്ച്വലി വർക്കലേന്നാണ് കേട്ടോ. വർക്കലേന്ന് അവളിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഞാനിങ്ങനെ നല്ല ഗോൾഡൻ പപ്പീസ്, എനിക്ക് റിച്ച് ഗോൾഡ് കളർ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പം ഇവളുടെ ഫോട്ടോ കണ്ടപ്പം ഷി വാസ് ലൈക്ക് ഇറസിസ്റ്റബിൾ, സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഈ സൈഡിൽ വെക്കാം കേട്ടോ. അപ്പം അങ്ങനെ അവളെ നമ്മളെടുത്തു. ഇപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒരു ഫാമിലി ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആളാണ് ട്രാൻസ്പോർട്ട് ചെയ്യണത്. ഹാപ്പിനെസ് ഇൻ ട്രാൻസിറ്റാണ്. സോ ഹാപ്പി എന്നാണ് ഞങ്ങൾ പേരിട്ടേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മീറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പം അറൗണ്ട് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവണം. പപ്പി ഒരുപാട് ട്രാവൽ ചെയ്ത് വന്നല്ലേ. അപ്പം ഒന്ന് അവനെ കുളിപ്പിക്കണം. ഇത് ഫ്രണ്ട് ജിത്തു എന്നാണ് പേര് കേട്ടോ, ജിത്തുവേട്ടൻ. ഇവിടെ ഫോട്ടോഗ്രാഫി വയ്ക്കാം. ജിത്തുവേട്ടൻ്റെ പപ്പിയാണ് അത്, ലൂക്ക ഷിറ്റ്സു. 6 months ആയിട്ടോ ആള്. 2 പേരും കൂടെ പന്നടി. ഇതാണ് നമ്മുടെ ജിത്തുവേട്ടൻ. വീഡിയോ അല്ല, യൂട്യൂബിൽ ഇടാനാ. ഹലോ 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 എവിടെയോ കാണിക്കട്ടെ. ഞങ്ങളുടെ കുട്ടി ഇവിടെ. ഹലോ ഹലോ. ഞങ്ങൾ മുകളിൽ ജിത്തോൻ്റെ ഫ്ലാറ്റിൽ പോയി. ഹാപ്പിനൊന്ന് ജസ്റ്റ് അടിയൊന്ന് വാഷ് ചെയ്തിട്ട് അവനൊന്ന് ഡ്രയർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മീൻ വൈൽ ഞങ്ങൾ ലൂക്കേൻ്റെ കൂടെ കളിക്കായിരുന്നു. ലൂക്ക ഭയങ്കര വികൃതി കേട്ടോ. ബേസിക്കലി ഷിറ്റ്സൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ വീട്ടിലും ഉണ്ടല്ലോ ടോഫീനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവണം. സോ
ഹാപ്പി നമ്മൾ ബേസിക്കലി 34K വാങ്ങിച്ചത്. 35 ആണ് പറഞ്ഞത്, പിന്നെ നമുക്ക് 34 വാങ്ങിച്ചു. ഇതവനെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഗ്രൂമിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് കുളിപ്പിച്ചു, എന്നിട്ട് ഡ്രയർ വെച്ച് കൊടുത്തു. ഹി വാസ് ലൈക്ക് വെരി ടയർഡ്. പിന്നെ പാവം പുതിയ സ്ഥലമായതുകൊണ്ട് പേടിയുണ്ടായിരുന്നു. ഹായ്, അങ്ങനെ ഞങ്ങളുടെ ഹാപ്പി ഞങ്ങളുടെ അടുത്ത് എത്തിട്ടോ. ഹാപ്പി ഹാപ്പി ട്രാവൽ ചെയ്തിട്ട് എത്ര ട്രാവൽ ചെയ്താ പാവം. എന്താ തോന്നുന്നു ചേക്ക് കുപ്പ കുളിപ്പിച്ചിട്ട്? കുളിപ്പിച്ചിട്ട് AC അധികം ഇടരുത് കേട്ടോ വണ്ടിയില്. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോവാണ്. ഹാപ്പിയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്തായാലും. റോഡിൽ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും അവൻ്റെ ക്യൂട്ട്നെസ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും കുറച്ച് നേരം മിച്ചയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കൊടുത്തു പപ്പീന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാം. ഓക്കെ, ബേസിക്കലി നമ്മളിവിടെ ഹാപ്പി എന്നാണ് കേട്ടോ നെയിം ചെയ്തേക്കണേ. ഹാപ്പി. ഞങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് 12 minutes ആണുള്ളത്. സോ വി ആർ ഗോയിങ് ബാക്ക് ഹോം. ഹാപ്പിയും ഇച്ചയും ഇവിടെ ഉണ്ട്. അധികം തിരക്കൊന്നുമില്ല കേട്ടോ റോഡിൽ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായനെ. അങ്ങനെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടോ. അപ്പാർട്ട്മെന്റ് ലിഫ്റ്റാ. സോ അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ എൻട്രി. പോകുമ്പോ കണ്ടില്ലേ, അവൻ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അവൻ കേറിക്കോ കുഞ്ഞ. ആദ്യമായിട്ട് വന്നതിനുള്ളൊരു എക്സൈറ്റ്മെന്റും പിന്നെ ആൻസൈറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അവന്. ആദ്യമേ പുറത്തേക്ക് ഓടിക്കണ്ടോ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഫുള്ള് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഇപ്പോഴും പെട്ടിനകത്ത് ഇരിപ്പാണ്, എടുത്ത് വെക്കണം ഇനി. അപ്പം വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഹാപ്പിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് we'll see you in another vlog. Bye vara happy. Happy. Bye vara kunyapi. Hi. Bye vara. Happy bye vara.